നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി കെ സുധാകരൻ ഒഴിഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനം മടക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും പാർട്ടിയിൽ ഉയരുകയും എന്തായാലും ഇന്ന് തിരികെ അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അങ്ങനെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ താൽക്കാലിക പ്രസിഡന്റിന്റെ സാന്നിധ്യമോ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യമോ എന്തിന് തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ സാന്നിധ്യമോ ആ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല. മുനവച്ച ചില വാക്കുകൾ കൂടിയാണ് കെ സുധാകരൻ ഇതുവരെ താൽക്കാലിക പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന MM ഹസനെ കുറിച്ച് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ ചില തീരുമാനങ്ങൾ, ചില നിയമനങ്ങൾ ഇതടക്കം ആവശ്യമെങ്കിൽ പുനഃപരിശോധിക്കും എന്നുകൂടി കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നു. എന്തായാലും വീണ്ടും സ്ഥാനം ലഭിച്ചിട്ടും കോൺഗ്രസിലെ തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, കോൺഗ്രസിലെ KPCCയിലെ തർക്കങ്ങൾ KPCC അധ്യക്ഷ സ്ഥാനം മടക്കി ലഭിച്ചു കെ സുധാകരന്, പക്ഷെ അപ്പോഴും തീരുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പറയാണ്. പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് പെട്ടെന്ന് ദേശീയ നേതാവ് വിളിച്ചു പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇതെടുക്കണം എന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ എല്ലാവരും അതിനൊരു ഒച്ചപ്പാടും വേറെ നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മളെ ഹസൻ സാഹിബ് പങ്കെടുത്തിട്ടില്ല, പിന്നെ ചെന്നിത്തല സാറ് പങ്കെടുത്തില്ല എന്ന് വേറെ കുറെ ആളും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഇത് കിട്ടിയേ തീരൂ. ഇതുവരെ അദ്ദേഹത്തിന് അത് വേണ്ടിയില്ലായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ഈ കാരണം കൊണ്ട് കുറെ ആളെ കാര്യം അയാളെ അന്വേഷിക്കുന്നുണ്ടോ എന്നും പറഞ്ഞു. അപ്പൊ ആകെ നാറിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് കൂടുതൽ. ശരി, താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജിയാണ്. ശ്രീ ശിവജി, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം പറയാം. പാലക്കാടൊരു ചൊല്ലുണ്ട്, മുത്തി ചത്തിട്ട് കട്ടിൽ ഒഴിഞ്ഞിട്ട് വേണം എനിക്ക് കയറി കിടക്കാന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഹസൻ എന്നെ ഈ കാണിക്കണേ ഒരവസരം കിട്ടിയ അതിൽ നിന്ന് പുള്ളി ഇറങ്ങാതെ കടിച്ചു പിടിച്ചിരിക്കുന്നത് ശരിയാണോ? അങ്ങേര് ഇപ്പൊ തൽക്കാലം ഇലക്ഷന്റെ പേരിലോ അല്ലെങ്കിൽ വല്ല അസുഖത്തിന്റെ പേരിലോ ഒക്കെ ഒന്ന് മാറി വരുമ്പോ മാന്യമായിട്ട് സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കില്ലേ വേണ്ടേ? പിന്നെ അദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടിയിൽ പറഞ്ഞത് പിന്നീട് തീർക്കേണ്ട കാര്യമല്ലേ? അതല്ലേ ശരി സാറേ. നമുക്ക് സ്ഥാനമാനം താൽക്കാലികമായി കിട്ടി അതേ ആരെങ്കിലും കടിച്ചു പിടിച്ചിരിക്കും. ഹസൻ എന്നെ വഴിയെ കാണിക്കണേ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. കണ്ണൂരിൽ നിന്നും ശ്രീ ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സതീശനും സുധാകരനും തമ്മിൽ അത്ര നല്ല ലോകിയല്ല. ഈ കോൺഗ്രസിനെ പറ്റിയൊരു അബദ്ധം തന്നെ ആ ചെന്നിത്തല പ്രതിപക്ഷ സ്ഥാനത്ത് മാറ്റിയാണ്. ഈ സുധാകരൻ നിങ്ങൾക്ക് അറിയായിട്ടാ ഇന്ന് കണ്ണൂർ കോൺഗ്രസ് ഈ അവസ്ഥയിലെങ്കിലും അർദ്ധ അബോധാവസ്ഥയിൽ നിലനിൽക്കുന്ന സുധാകരനുള്ള ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ ഇവരെ അവസ്ഥ മനസ്സിലാക്കുന്നത്. കാര്യം ഇവർ ഏത് അവസ്ഥയിലെത്തി കോൺഗ്രസിന്റെ ദയനീയ അന്ത്യത്തിലേക്ക് നടക്കുക. അപ്പൊ ഇനിയെങ്കിലും ഇവർ ഈ കുതികാല് വെട്ടി നിർത്തിയിട്ട് ഒറ്റക്കെട്ടായിട്ട് സുധാകരന്റെ പിന്നിൽ അണിനിർന്നാൽ 2 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ചെറിയ പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ഇത് തിരിച്ചുവിടുന്നത് നോക്കൂല ഞാൻ പറയുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. മറ്റു പ്രശ്നമുണ്ട്. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ ഈ വിഷയമൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇന്നുണ്ടായ ചില തർക്കങ്ങളും അദ്ദേഹത്തിന്റെ മുനവച്ച ചില വാക്കുകളും ഒക്കെ താങ്കൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായും മെനഞ്ഞാന്നും നമ്മൾ ഈ വിഷയം തന്നെയാണല്ലോ ചർച്ച ചെയ്തത്. അതെ, ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പൊതുവേദിയിലെ ആ ചർച്ച ഗുണപ്പെട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സുധാകരന് കിട്ടാനുള്ള കസേര ഹസൻ അത് പിടിച്ചു വാങ്ങി അതിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ നമ്മളെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും പൊതുവേദിക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു ക്രൈസിസ് ഉണ്ടാകാതെ ഹസൻ അങ്ങ് ഒഴിഞ്ഞത്. അല്ലെങ്കിൽ ഒഴിയത്തില്ലായിരുന്നു. ഒഴിയണമായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഒഴിയേണ്ടതായിരുന്നല്ലോ. അതൊക്കെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടം ആണ്, അതൊരു പാർട്ടിയെ അല്ലെന്ന് നമുക്കെല്ലാം അറിയാം. ഇന്ത്യ മഹാരാജ്യത്ത് ഈ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം അതാണ്. ഇടതുപക്ഷ പ്രസ്ഥാനം പോലെ ഒരു എളുതുള്ള പാർട്ടി അല്ല ഇത്, വളരെ ആൾക്കൂട്ടമാണ്. അപ്പൊ ആൾക്കൂട്ടത്തിൽ ആർക്ക് നമ്മൾ ഉത്സവ പറമ്പില് ഈ അടിയും വഴക്കും പിടിച്ചുകൊണ്ടും ഒക്കെ നടക്കുന്ന കണക്ക് ആ ഉത്സവ പറമ്പിലെ കണക്ക് ഒരു വലിയ ആൾക്കൂട്ടം. അവിടെ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ കടിപിടിയും കൂടെ നിൽക്കുന്നവരെ വലിച്ച് താഴെയിടലും കുതികാല് വെട്ടും ഒക്കെ കോൺഗ്രസിന്റെ കരുണാകരന്റെ കാലം തൊട്ട് തന്നെ നമ്മളതൊക്കെ കാണുന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല. നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് ഇന്ത്യയിൽ അവസാനിക്കുന്ന ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് ഇതുള്ളത്. അപ്പോ ഇത് കോൺഗ്രസ് നന്നാവണമെങ്കിൽ ആദ്യം അതിന്റെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകണമെന്നുണ്ട്. ശ്രീ അൽത്താഫാണ്. ശ്രീ അൽത്താഫ്, കോൺഗ്രസിൽ
KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറി നിൽക്കേണ്ടി വന്നത് സ്ഥാനാർത്ഥി ആയതോടെയാണ്. അതിനുശേഷം സ്വാഭാവികമായും ആ അധ്യക്ഷ സ്ഥാനം മടക്കി കിട്ടേണ്ടതാണ്. അങ്ങനെയായിരുന്നു കോൺഗ്രസിലെ മുൻ പതിവുകളുമൊക്കെ. രമേശ് ചെന്നിത്തലയൊക്കെ മത്സരിച്ച സമയത്ത് അങ്ങനെയായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. കോൺഗ്രസിൽ അധികാരമാറ്റം എന്നുള്ള ചില തർക്കങ്ങളും ചില വാദങ്ങളും ഒക്കെ ഉയർന്നു. എന്തായാലും ഇന്നിപ്പോൾ മടക്കി അധികാരം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങി വന്നിരിക്കുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിലും ചില മുനവച്ച പ്രയോഗങ്ങളും ഒക്കെ വരുന്നു. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമ്മൾ ഈ വിഷയം കഴിഞ്ഞ ദിവസമേ ചർച്ച ചെയ്താണല്ലേ? മിനിഞ്ഞാന്ന് ഇതേ വിഷയം തന്നെ ആയിരുന്നു, ഈ സുധാകരന്റെ വിഷയമായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞിരുന്നു സുധാകരൻ ഈ എന്താണ് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിക്കലും അദ്ദേഹത്തിന് കൈവിട്ട് പോവില്ല. കാരണം അദ്ദേഹം BJPയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന അതേ സമാനമായ അഭിപ്രായം തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഈ വിഷയത്തിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഇന്നലെ കുഴൽനാടന്റെ കേസുമായി ഒരു വിധി വന്നു. അതായിരുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം നമ്മൾ മാധ്യമങ്ങളിൽ 2-3 മാസം മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെ അത്രത്തോളം ചർച്ചകളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു നമ്മൾ പൊതുവേ ചർച്ച ചെയ്യേണ്ടത്. കെ സുധാകരനെ എന്താണ് വിധി നേരത്തെ അല്ലേ വന്നത്? ആ സമയത്ത് നമ്മൾ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തല്ലേ? അല്ല, വിധി കഴിഞ്ഞ ദിവസം വന്നല്ലോ. വിധി കഴിഞ്ഞ ദിവസം വന്നത് മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള തീരുമാനം. അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അത് നമ്മൾ എത്രയോ നാള് ചർച്ചകൾ നടത്തി. നമ്മുടെ ചാനൽ തന്നെ പലതവണ ആ വിഷയം ചർച്ച ചെയ്തതാണ്. ആ വിഷയം ഈ സുധാകരന്റെ സുധാകരൻ എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളിത് ചർച്ച തന്നെയായിരുന്നു. സുധാകരന്റെ വിഷയം നമ്മളൊന്ന് മാറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം മാനിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ജയ ആണ് കൊല്ലത്തൊന്നും. ശ്രീമതി ജയ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പറഞ്ഞോളൂ. സുധാകരൻ മാറിയ വിവരം മാത്രമേ ഉള്ളൂ പൊതുവേദിക്ക് സംസാരിക്കാനായിട്ട്. സുധാകരൻ മാറിയ വിഷയം പൊതുവേദി സംസാരിക്കേണ്ട വിഷയമല്ലേ? താങ്കൾ പറയുന്നത് വ്യക്തമായി കേൾക്കുന്നില്ല, ഉറക്കെ പറയുമോ? ഇവിടുത്തെ ഭരണം എങ്ങനെ നടക്കുന്നെന്ന് അറിയുന്നില്ല. പിന്നെ ആ മേയറും MLAയും കൂടെ നടത്തിയ പോക്കൃത്തരം, അതൊക്കെ മേയറും MLAയും നടത്തിയ വിഷയങ്ങളും മേയറും MLAക്കെതിരെയുള്ള പരാതിയും അവർ നൽകിയ പരാതിയും ഒക്കെ പൊതുവേദി ചർച്ച ചെയ്തതാണ്. അത് തന്നെ എല്ലാ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുമോ? ചർച്ച ചെയ്തത് പ്രൈം ഡിബേറ്റിൽ മാത്രമല്ല, പൊതുവേദിയിലും മേയറുടെ വിഷയം ചർച്ച ചെയ്തതാണ്. രണ്ട് പ്രൈം ഡിബേറ്റിലും ചർച്ച ചെയ്തതാണ്, പൊതുവേദിയിലും ചർച്ച ചെയ്തതാണ്. അല്ലാതെ സ്പെഷ്യൽ ചർച്ചയും ഒക്കെ ആ വിഷയത്തിൽ വിവിധ ആംഗിളുകളിൽ നടത്തിയതാണ്. ആ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഒരേ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവർ നടത്തിയത് വേറെ എന്തെങ്കിലും പോക്കൃത്തരമാണെന്നൊക്കെ താങ്കൾ പറയുന്ന പോലെ അങ്ങനത്തെ അഭിപ്രായം നമുക്കില്ല. അപ്പൊ ആ വിഷയത്തിന്റെ പോസിറ്റീവ് ആംഗിളും നെഗറ്റീവ് ആംഗിളും ഒക്കെ ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തായാലും താങ്കൾ കുറച്ചുകൂടി റേഞ്ചിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ കുറെ കൂടി വ്യക്തമായി കേൾക്കാമായിരുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾ ഈ കോൺഗ്രസിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് മടക്കി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവരുടെ തർക്കം ഒരിക്കലും തീരില്ല, സംശയമൊന്നുമില്ല. എന്നും ഉണ്ടാവും. അത് ജനിച്ചത് മുതൽ ഇനി അവസാനം വരെ ഉണ്ടാവും. ഇത് ദ്രാവിഡ യുഗത്തിലെ ശ്രീകൃഷ്ണന്റെ യാദവ വംശം പോലെയാണ്. പരസ്പരം തമ്മിൽ തല്ലി ഏറ്റുമുട്ടി അത് നാമാവിശേഷമായി പോയി. അതേപോലെ തന്നെ കോൺഗ്രസ് ഏത് തരത്തിലേക്ക് നന്നാവും? പരസ്പര നേതാക്കന്മാരൊക്കെ തമ്മിൽ ഒരു വിശ്വാസമില്ല. ഒക്കെ കാലുപേരിൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞ് നടക്കുക. പിന്നെ എങ്ങനെ സാധാരണക്കാരനായ നമ്മൾ വോട്ടർമാരെ എങ്ങനെ ഇവർ വിശ്വസിക്കുക? എന്തുകൊണ്ട് ഈ രാജ്യത്തെ നയിക്കുന്നു പറഞ്ഞിട്ട് നടക്കണത്? കഷ്ടമാണ് എന്തായാലും കാര്യങ്ങളൊക്കെ. അത് പോക്കായി പോവുകയൊക്കെ. ശരി, പ്രദീപാണ് മറ്റൊരു പ്രശ്നം എത്തുന്നത്. ശ്രീ പ്രദീപ്, കോൺഗ്രസിൽ ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങി വന്നിരിക്കുന്നു. പക്ഷെ അപ്പോഴും തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. താങ്കൾ ഇന്നലെ ഇപ്പൊ വിഷയത്തിലോട്ട് പറയാം. എന്നിരുന്നാലും താങ്കൾ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു പൊതുവേദി മേയറുടെ വിഷയത്തെ ചർച്ച ചെയ്തു വന്നു യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ 5 ദിവസത്തെ നോക്കിയിട്ടും കണ്ടില്ല. ഏത് വിഷയമാണ്? മേയറും ഇവിടുത്തെ ബസ് ഡ്രൈവറുമായിട്ടുള്ള ഒരു വിഷയം. അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഇന്നലെ സംസാരിച്ചു എന്നോട് പറഞ്ഞിരുന്നു. താങ്കൾ ഇത് കഴിഞ്ഞിട്ട് പൊതുവേദി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. താങ്കൾക്ക് വേണമെങ്കിൽ ലിങ്ക് അയച്ചുതരാം. ശരി, ഞാൻ അപ്പം ശരി. അപ്പോഴേ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, കേരളത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞുവെങ്കിൽ പോലും ആ ഘട്ടത്തിലാണ് വീണ്ടും തർക്കങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ പഴയ പ്രസിഡന്റ് സ്ഥാനം തിരികെ ഏൽക്കുമ്പോൾ താൽക്കാലിക പ്രസിഡന്റ് അടക്കം ആ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാവുന്നു. പ്രസിഡന്റ് തന്നെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരം. 4-ാം തീയതിക്ക് ഇടയിൽ ഇത് മാറണ്ടായിരുന്നത്. കാരണം കോൺഗ്രസ് 4-ാം തീയതി കഴിഞ്ഞാൽ വീണ്ടും പ്രസിഡന്റിനെ മാറ്റേണ്ടി വരും. മിക്കവാറും കെ മുരളീധരൻ പ്രസിഡന്റ് ആവും സാർ. എന്താണ് താങ്കൾ അങ്ങനെ പറയുന്നത്?
തൃശ്ശൂരിൽ മുരളീധരൻ 3ാം സ്ഥാനത്തെത്തും. അടിയാണ് സാർ കോൺഗ്രസിൽ ഉണ്ടാവാൻ പോകുന്നത് 5-ാം തീയതി. അടി, ഭൂകമ്പം. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കോൺഗ്രസ് കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റിലും ജയിച്ചാണ് കാണിച്ചത്. അന്നും ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞാണ്. അല്ല, അങ്ങനെ പല പ്രാവശ്യവും കോൺഗ്രസ് പലതിലും ജയിച്ചിട്ടുണ്ട്. പല നേട്ടങ്ങളും കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ കോൺഗ്രസും UDF-ഉം വലിയ ശക്തിയുള്ള കക്ഷി തന്നെയാ. പക്ഷെ കോൺഗ്രസ് അതിന് കൊള്ളത്തില്ല സാർ. ഇങ്ങനെയൊക്കെ ഇതിലും വലിയ സ്ഥാന തർക്കങ്ങളും ഇതിലും വലിയ ഗ്രൂപ്പ് തർക്കങ്ങളും ഇതിലും വലിയ പ്രശ്നങ്ങളും പരസ്യ കലാപങ്ങളും ഒക്കെ നിന്ന കാലത്തുമൊക്കെ കോൺഗ്രസ് ഇതിലും വലിയ വിജയങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു തർക്കമുണ്ടായെന്ന് കരുതി അവരെ എഴുതിത്തള്ളാനൊക്കെ പറ്റുമോ? എങ്ങനെയാ സാർ ഇത്ര ലജ്ജയില്ലാതെ പറയുന്നത്? അതെന്താണ് എനിക്ക് ലജ്ജയില്ലാതെ? ഞാനെന്തിനാണ് അത് ലജ്ജിക്കേണ്ടത്? കേരളത്തിന്റെ ചരിത്രമല്ലേ? അല്ല, കേരളത്തിന്റെ അല്ല, കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയമാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? നമ്മൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതിയല്ലേ ചർച്ച ചെയ്യുന്നത്. താങ്കൾ കേരളത്തിലെ കാര്യമല്ലേ ഇത്രയും നേരം പറഞ്ഞത്? കേരളത്തിൽ ഞാൻ കോൺഗ്രസിന്റെ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കേരളത്തിലെ KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അല്ലാതെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്നൊന്നല്ല ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ആ തരത്തിൽ അഭിപ്രായം പറയാം. അങ്ങനെ സാറ് പറഞ്ഞു പോകണ്ട. കോൺഗ്രസിന്റെ കാര്യം പിന്നെ എങ്ങനെയാണ് പറയുന്നത്? താങ്കൾ കേരളത്തിലെ ഒരു കാര്യം പറയുമ്പോൾ, ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിൽ കോൺഗ്രസ് യാഥാർത്ഥ്യത്തോട് യോജിച്ചിരിക്കുന്ന വിഷയങ്ങൾ വേണ്ടേ താങ്കൾ പറയാൻ? താങ്കൾക്ക് ചില സ്ഥാപിത താല്പര്യങ്ങൾ. എനിക്കൊരു സ്ഥാപിത താല്പര്യമില്ല. കേരളത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ തള്ളിക്കളയാൻ കഴിയില്ല. താങ്കൾ അങ്ങനെ ആരുടെയും പ്രേക്ഷകരുടെ മേക്കിട്ട് കയറണ്ട. പ്രേക്ഷകരുടെ മേക്കിട്ട് കയറുന്നതല്ല താങ്കൾ പറയുന്നത്. താങ്കളല്ലേ പറയുന്നത് ലജ്ജയില്ലേ എന്ന് ചോദിച്ചത്? താങ്കൾ ലജ്ജയില്ലേ എന്ന് ചോദിച്ചതിന് ഉത്തരമാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉത്തരം. അതൊരു ചരിത്രമാണ്. ആ ചരിത്രത്തെ താങ്കൾക്ക് മായ്ച്ചു കളയാൻ കഴിയുമോ? ഇല്ലല്ലോ. ഗാന്ധി കുടുംബം നയിക്കുന്നതാണ് കോൺഗ്രസിന്റെ. ഗാന്ധി കുടുംബം നയിക്കുന്നില്ല എന്നുള്ള വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്. എനിക്കറിയാം താങ്കൾ പലപ്പോഴും സംസാരിക്കും. താങ്കൾ പലപ്പോഴും ഇതിൽ വിളിക്കുന്ന ആളാണ്. താങ്കൾക്ക് കോൺഗ്രസിനോട് വലിയ വിരോധം എന്തെങ്കിലും കാണും. എനിക്ക് അങ്ങനെ കോൺഗ്രസിനോടോ വേറെ ഏതെങ്കിലും പാർട്ടിയോടോ പ്രത്യേകിച്ച് വിരോധമോ അല്ലെങ്കിൽ പ്രത്യേക സ്നേഹമോ ഒന്നുമില്ല. 2 ദിവസമായി താങ്കൾ കോൺഗ്രസിനെ കൊണ്ട് സംസാരിക്കുന്നത്. ഓ അതെ, സംസാരിക്കണ്ടേ? എനിക്ക് എന്റെ കാരണം ഒരു പ്രസിഡന്റുമാരുന്ന അത്ഭുത. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളത്തിൽ CPM ആയാലും കോൺഗ്രസ് ആയാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാർട്ടികളാണ്. ആ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യും. കോൺഗ്രസിനോട് വിരോധമുണ്ട് എന്തോ, അല്ലാതെ ഒരു പ്രധാനപ്പെട്ട വിഷയമൊന്നുമില്ല. പ്രസിഡന്റ് മാറുന്നത് പാർട്ടിയുടെ സ്വാഭാവിക. ആർക്ക് വിരോധമുണ്ടെന്ന്? താങ്കളുടെ ചാനലില്. എന്റെ ചാനലിനോ എനിക്കോ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എന്തായാലും എന്റെ വാക്കുകൾ കേട്ട ആളുകൾക്ക് മനസ്സിലായി കാണും ആർക്കാണ് കോൺഗ്രസിനോട് വിരോധമുള്ളതെന്ന്. മാറുന്നത് പിന്നെ എന്തിനാ 2 ദിവസം താങ്കൾ ചർച്ച ചെയ്യുന്നത്? ചർച്ച പ്രധാനപ്പെട്ട വിഷയമല്ലേ? കേരളത്തിലെ കോൺഗ്രസ് ഒരു പ്രധാന പാർട്ടിയാണ്. കേരളത്തിൽ CPM ഒരു പ്രധാന പാർട്ടിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പാർട്ടികൾ സംബന്ധിച്ച വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യേണ്ടി വരും. കോൺഗ്രസ് പ്രാദേശിക പാർട്ടിയല്ല, കോൺഗ്രസ് ദേശീയ പാർട്ടിയാ. അതെ, അല്ലെന്ന് പറഞ്ഞോ? അത് ഞങ്ങൾ പ്രതികരിക്കും. ദേശീയ തലത്തിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ താങ്കൾ ഏത് പാർട്ടിയെ പ്രധാനം ചെയ്യുന്ന ആളാണ്? ഞാൻ RSSനെ പ്രതിനിധാനം ചെയ്യുന്ന. അതുകൊണ്ടാണ് താങ്കൾക്ക് ആ തരത്തിലേക്ക് കോൺഗ്രസിനോട് ഈ വിരോധം തോന്നുന്നത്. അങ്ങനെ തോന്നില്ല. അത് എന്റെ കുറ്റമല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലുള്ള പാർട്ടിയാ. ആയിക്കോട്ടെ, കോൺഗ്രസ് ദേശീയ തലത്തിലുള്ള പാർട്ടിയാണ്. പക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നാണ്. താങ്കൾ കോൺഗ്രസിനോട് വിരോധം കാണും. ആ വിരോധത്തെ എന്റെ തലയിലോ അല്ലെങ്കിൽ ചാനലിന്റെ തലയിലോ വെക്കേണ്ടതില്ല. പ്രാദേശിക പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാ. നമ്മൾ പറഞ്ഞില്ലല്ലോ പ്രാദേശിക പാർട്ടി അല്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന കേരളത്തിലെ വിഷയമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. കോൺഗ്രസിനെയാ. അല്ല, ഒരു കാര്യത്തിൽ താങ്കൾ ഒരു കാര്യം ചെയ്യുക. ഏതെങ്കിലും ഒരു അഭിപ്രായത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുക. ഒന്നുകിൽ അനുകൂലമായ അഭിപ്രായം പറയുക അല്ലെങ്കിൽ എതിർത്ത അഭിപ്രായം പറയുക. ഇത് ഞാൻ പറയുന്നതിനെ പിടിച്ച് വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാൻ വേണ്ടി മാത്രം താങ്കൾ നിൽക്കേണ്ടതില്ല. പ്രതികരിക്കുവാന്ന് പറഞ്ഞിട്ട് താങ്കൾ ഇംഗിതങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം. ഞാൻ എന്റെ ഒരു ഇംഗിതം അടിച്ചേൽപ്പിക്കുന്നത്. താങ്കൾ പലപ്പോഴും പൊതുവേദിയിൽ വിളിച്ച് തെറ്റായ കാര്യങ്ങൾ, വ്യാജമായ കാര്യങ്ങൾ പറയും. ആ തെറ്റ് പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഈ പൊതുവേദി പലരും അവതരിപ്പിക്കും. താങ്കൾക്ക് പ്രത്യേക ഒരു ഇംഗിതമുണ്ട്. എന്താണ് എന്റെ ഇംഗിതം? അങ്ങനെ ഇംഗിതം അല്ലെ, താങ്കൾക്ക് തോന്നുന്ന എന്റെ ഇംഗിതം എന്താണെന്ന് താങ്കൾ പറയാം. കോൺഗ്രസിനെ കൊണ്ട് പറയുമ്പോൾ ദേശീയ തലത്തിൽ ഞങ്ങൾ പറയും. അതിനെന്താ താങ്കൾക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഏതെങ്കിലും വിരോധം കാണും, അല്ലെങ്കിൽ താങ്കൾക്ക് കോൺഗ്രസിനെ വിരോധം കാണും. അത് എല്ലാം കൂടി പ്രകടിപ്പിച്ച് അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം, വിമർശനം ഉണ്ടെങ്കിൽ പറയാം. അല്ലാതെ അവരെ അവഹസിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കേണ്ടത്. അത് ഏത് പാർട്ടിയായാലും ആ തരത്തിൽ സംസാരിക്കേണ്ടതില്ല. അങ്ങനെയുള്ള വിഷയമാണെങ്കിൽ ആ തരത്തിൽ സംസാരിക്കാം. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഋഷിയാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ബഷീർ ആണ്, ശ്രമിക്കണം. ശ്രീ ബഷീർ, കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? TK രവീന്ദ്രൻപിള്ളയാണ് അഞ്ചാലുംമൂട് നിന്നും. ശ്രീ രവീന്ദ്രൻപിള്ള, താങ്കൾക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം സാറേ, ഇത് ഒരു ഇന്നലെ ഇന്നും ഇതിന്റെ ചർച്ചയായിരുന്നു. കേരളത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. കോൺഗ്രസിന്റെ K സുധാകരന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇവിടെ ഇന്നലെ നമ്മളത് ചർച്ച ചെയ്ത് പുള്ളി
ഇന്നിപ്പം മാധ്യമ പ്രവർത്തകരെടുത്ത് പറഞ്ഞ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഉന്നതമായ നേതാവാണ്. കാരണം എന്താ പറയാ, കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനെ വളർത്തിയതും കോൺഗ്രസിനെ മത്സരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് CPM-ന്റെ ആയ കോട്ടയിൽ, അത് അക്രമ രാഷ്ട്രീയം നടക്കുന്ന കോട്ടയിൽ കെ സുധാകരൻ അവിടെ MP ആയിട്ട് മത്സരിച്ച് പലവട്ടവും വന്നിട്ടുള്ള ആളാണ്. KPCC പ്രസിഡന്റായിട്ട് അയാൾ ഇരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം കേരളത്തിലെ ഇന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ KPCCയെ നയിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തനുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ. അതിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം എന്താ പറയുക, ഇപ്പൊ ഞാൻ അഞ്ചാലുമൂട് പ്രദേശത്ത് ഏകദേശം 3 വർഷത്തിന് മുമ്പ് ഞങ്ങളൊരു പഴയ MLA ഉണ്ടായിരുന്നു, തോപ്പിൽ രവി. അയാളെ സ്മാരകം അടിച്ചു പൊട്ടിച്ച് DYFIക്കാർ കളഞ്ഞു. ആ പ്രതിമ വീണ്ടും ഉദ്ഘാടനം ചെയ്ത കെ സുധാകരനാണ്. ഞാൻ പുള്ളിയായിട്ട് ആ സമയത്ത് നേരിട്ട് കാണുന്ന അങ്ങനാണ്. എന്ത് നല്ല സൗമ്യനായ ആളാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റു പ്രശ്നം കൂടിയുണ്ട്. കൊല്ലത്ത് നിന്നും ശ്രീ രാജനാണ്. ശ്രീ രാജൻ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട പുതിയ തർക്കങ്ങൾ താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് പ്രതികരിക്കാം. കിരൺ സാറേ, ഈ ഇതുപോലെ നല്ല ഒത്തൊരുമയോടെ സ്നേഹത്തോടെ പോകുന്ന ഇത്രയും നല്ലൊരു പാർട്ടിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ മോശമാണ്. കാരണം സുധാകരൻ സ്ഥാനമേറ്റപ്പോൾ സന്തോഷം കൊണ്ട് മതി മറന്ന് MM ഹാസനും വിട്ടി സതീശനും പിന്നെ പാലോട് രവി. താങ്കൾ അഭിപ്രായം പറയുന്ന ഒരാളെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ അത് മോശമാണല്ലോ. VD സതീശൻ നമ്പർ. എന്നിട്ട് ഇനി അതല്ലായിരുന്നു ചർച്ച ചെയ്യണ്ടേ. മുഖ്യമന്ത്രിയുടെ മകള് വീണയെ എപ്പോഴാണ് തൂക്കേറി കയറ്റുന്നത്, തൂക്കിക്കൊല്ലുന്നതെന്ന് എപ്പോഴാണ്, അതായിരുന്നു ചർച്ച ചെയ്യേണ്ടത്. കാരണം നമ്മുടെ നാടൻ കൊഴലപ്പത്തോട് ചോദിച്ചാൽ പറഞ്ഞേനും ചിലപ്പോ. ശരി, ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുധീഷാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സുധീഷ്, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചടങ്ങിൽ പക്ഷേ നിലവിൽ താൽക്കാലിക അധ്യക്ഷ ചുമതല ഉണ്ടായിരുന്ന MM ഹാസൻ അടക്കമുള്ളവർ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, MM ഹാസനെതിരെ പരോക്ഷമായ ചില വിമർശനങ്ങൾ കൂടി കെ സുധാകരൻ ഉന്നയിക്കുകയും ചെയ്തു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സുധീഷിന്റെ ടെലിഫോൺ മന്ത്രി ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. നാരായണനാണ് ചിറ്റൂരിൽ നിന്നും. ശ്രീ നാരായണൻ, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളത്, ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകൾക്ക് പിന്നെ സംസാരിക്കൂ. സുധാകരൻ വന്നത് കൊണ്ടാണ് ഈ ചത്ത കോൺഗ്രസ് ജീവിച്ചത്. താങ്കൾ TV മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കൂ. സുധാകരന്റെ ഒരൊറ്റ ഇതുകൊണ്ടാണ് ജനങ്ങൾ പാർട്ടി നിൽക്കുന്നത്. ശരി, എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. എല്ലാ പ്രേക്ഷകരോടും കൂടിയുള്ള അഭ്യർത്ഥന കൂടിയാണ്, ദയവായി പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ TV മ്യൂട്ട് ചെയ്ത് വെച്ച ശേഷം പൂർണ്ണമായും ടെലിഫോണിലൂടെ മാത്രം സംസാരിക്കുക. അല്ലെങ്കിൽ കൃത്യസമയത്ത് കൃത്യമായ രീതിയിലേക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോകും. ചെറിയ ഡിലേ രണ്ടും തമ്മിലുള്ള ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? നമസ്കാരം. ഈ സുധാകരൻ ഇപ്പൊ സ്ഥാനം കിട്ടിയതാണോ കുഴപ്പം, അത് കിട്ടാത്തതാണോ കുഴപ്പം? ഈ രണ്ടു ദിവസമായിട്ട് ചർച്ച ചെയ്തു. ഈ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇത് പറയണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അദ്ദേഹത്തിന് അപാരമായി പേടിയുള്ള ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഈ ന്യൂസ് 18 ചാനലിൽ ഇത്ര പേടി എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ന്യൂസ് 18 ചാനൽ എന്തിനാണ് പേടിക്കുന്നത്? ഈ ചർച്ചയല്ലാതെ ആ മേയർ 2 പേര് തള്ളയില്ലാത്ത ഒരു കൊച്ചിനെ പോറ്റിക്കൊണ്ടിരുന്ന അയാളെ പണി കളയിച്ചു. ഒരു സെക്യൂരിറ്റിക്കാരന്റെ പണി കളയിച്ചു. ഇത് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇരുന്ന് സാറ് പറയാണ് ഇത് പൊതുവേദി ചർച്ച ചെയ്തത്. എത്രയോ പേർ ആവശ്യപ്പെട്ട ഒരു കേസാണ് ഇത്. ഞങ്ങളാരും കണ്ടില്ല. ന്യൂസ് 18 ചാനൽ എത്രയോ ദിവസങ്ങളിൽ ആ വിവാദമുണ്ടായ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തതാണ്. അതിനെ ആവർത്തിച്ച് പറയേണ്ടത്. നിങ്ങൾ ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്ത സാധനം ഇല്ലാതായി മാറുകയൊന്നുമില്ലല്ലോ. അതെല്ലാം ചർച്ച ചെയ്താണ്. ആ വിഷയത്തിലൊക്കെ ആളുകൾ അഭിപ്രായം പറയുകയും പ്രത്യേക ചർച്ചകളും ഒക്കെ പല തവണ നടത്തിയതാണ്. പൊതുവേദിയില് പ്രധാനപ്പെട്ട വിഷയം ഇന്നിപ്പോ മേയറുടെ വിഷയം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇന്ന് കേരളത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ഇന്നലെ ചർച്ച ചെയ്ത് രാഷ്ട്രീയം മാറ്റണമെന്ന് താങ്കളടക്കം അഭിപ്രായപ്പെട്ടു. അതനുസരിച്ച് ഇന്നലെ ചർച്ച ചെയ്തത് കേരളത്തിലെ ചൂട് കൂടുന്നതിനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ വീണ്ടും ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടായിരിക്കുന്നു. കെ സുധാകരൻ മടങ്ങി വരികയും അദ്ദേഹം MM ഹാസൻ ഒക്കെ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും വിട്ടുനിൽക്കുന്നു. അവിടെ MM ഹാസനെതിരെ ചില ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി ആയതുകൊണ്ടുകൂടിയാണ് ചർച്ച ചെയ്യുന്നത്. സജീറാണ് ഹരിപ്പാട് നിന്നും. ശ്രീ സജീർ, താങ്കളുടെ അഭിപ്രായം പറയാം. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇപ്പൊ ഇത്രയും ആൾക്കാർ വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും എല്ലാവരും വന്നിട്ട് സുധാകരനെതിരെ അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ എതിർത്താണ് പറയുന്നത്.
അല്ല, അനുകൂലമായി ഒരുപാട് പേർ പറഞ്ഞു. സുധാകരനെ പോലെ നേതാവിനെ ആവശ്യമാണെന്നും അനുകൂലമായും പറഞ്ഞു. അതല്ല, അങ്ങനല്ല. ഇപ്പൊ ഇതേ ഈ സുധാകരനെ വിമർശിക്കുന്ന പോലെ, അല്ല എം ഹസനെ വിമർശിക്കുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഗോവിന്ദനെയോ പിണറായി വിജയനെയോ എതിർക്കാൻ പറ്റുമോ? അവർക്കെല്ലാം എതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ. സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉയരുന്നത് പിണറായി വിജയനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയാണ്. കോൺഗ്രസിൽ ഒരു ബൂത്ത് പ്രസിഡന്റിന് വേണമെങ്കിൽ രാഹുൽ ഗാന്ധി വിമർശിക്കാം. കോൺഗ്രസ്സുകാർ തന്നെ വിമർശിക്കുന്നതിനെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. അതല്ല, കോൺഗ്രസിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ സമയത്ത് നേരെ തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ പിറ്റേ ദിവസം മാഷാ അല്ലാഹ് എന്ന് എഴുതിയ ഇന്നോവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ഉള്ളിൽ അവർക്ക് അഭിപ്രായം പറയാം. പക്ഷെ പുറമേക്ക് പറയുന്ന ഒരു കേഡർ പാർട്ടിയാണ്. കേഡർ പാർട്ടികളുടെ രീതി വേറെയാണ്. അവർ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനൊത്ത് എല്ലാവരും നിൽക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് കമ്മിറ്റികൾക്കുള്ളിൽ പറയണമെന്നാണ് കേഡർ പാർട്ടികളുടെ രീതി. കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് കുറെ കൂടി കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതേപോലെ വിമർശിക്കുകയാണെങ്കിൽ പിറ്റേന്ന് ഇന്നോവ വീട്ടിൽ വരും. വടം വിറ്റി തൂങ്ങത്തതേ ഉള്ളൂ. കേരളത്തിൽ താങ്കൾ പറയുന്നതനുസരിച്ച് ആകപ്പാട് ഒരാൾ മാത്രമേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആര് വിമർശിക്കുന്നു? ഒരു മനുഷ്യനെ വിമർശിക്കുന്നില്ലല്ലോ. ആര് വിമർശിക്കാൻ? അങ്ങനെയുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. എന്തായാലും പൊതുസമൂഹത്തിൽ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും വലിയ BJP ആയാലും ഒക്കെ വലിയ വിമർശനങ്ങൾ എപ്പോഴും നേരിടേണ്ടി വരുന്നുണ്ട്. സ്വാഭാവികമായും ഭരണ പാർട്ടികൾക്കാണ് കൂടുതൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് വേണേൽ രാഹുൽ ഗാന്ധി വിമർശിക്കാം, സോണിയാഗാന്ധി വിമർശിക്കാം, ആര് വേണേലും ഞങ്ങൾക്ക് വിമർശിക്കാം. പക്ഷെ അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വഴിയിലേക്ക് ഈ പൊതുവായ നേതാക്കൾ ഇങ്ങനെ പരസ്പരം ചെളിവാരിയിരുന്ന രീതിയിലേക്ക് മറ്റു പാർട്ടികൾ കൂടി വരണമെന്നാണ് താങ്കൾ പറയുന്നത്. സുധാകരനും പറയുന്നു, VD സതീശനും എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ വിമർശനം ഉണ്ടായിട്ടില്ലെന്ന്. ഇന്ന് രാവിലെ ഇന്നൊക്കെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം താങ്കൾ കേട്ടിരുന്നോ? ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കേട്ടില്ല. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ താങ്കൾ കേട്ടാൽ മനസ്സിലാവും MMSനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന്. ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുമേഷാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ സുമേഷ്, താങ്കൾക്ക് പറയാം. ഹലോ, പറഞ്ഞോളൂ. സുധാകരൻ സ്ഥാനം ഏറ്റെടുത്താലും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നം തീരില്ല. കാരണം ഇന്ന് സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ VD സതീശനും ഹസ്സനും ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ചാനലുകളിലൂടെ നമ്മളെല്ലാവരും കണ്ടതുമാണ്. പിന്നെ ഇപ്രാവശ്യത്തെ ജൂലൈ 4 ശേഷം തന്നെ കാണാം, ഇതിപ്പോ ഒരു താൽക്കാലികമായിട്ടേ അവിടെ ഏറ്റെടുക്കുന്നുള്ളൂ. ഇലക്ഷൻ പ്രകാരം ഉണ്ടായിരുന്ന എല്ലാ തർക്കങ്ങളും അവർക്ക് എല്ലാവർക്കും അറിയാം. ആർക്ക് എവിടൊക്കെ എങ്ങനെയൊക്കെ സത്യസന്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഈ ജൂൺ 4 കഴിഞ്ഞാൽ തന്നെ സുധാകരൻ എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനത്തുണ്ടാവുമെന്ന് തോന്നുന്നില്ല. വടക്കൻ ജില്ലകളിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ തോൽക്കുന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രാവശ്യത്തെ പ്രവർത്തനം. ശരി, ഓക്കെ. മറ്റൊരു പ്രശ്നമുണ്ട്. അബ്ദുൾ റഹ്മാനാണ് ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ കോൺഗ്രസിലെ ഇപ്പോഴത്തെ തർക്കങ്ങൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ശീലത്തിന്റെ ഭാഗമായ തർക്കങ്ങൾ മാത്രമാണോ? അതിനപ്പുറത്തെ ഗൗരവം അതിനുണ്ടോ? ത്തിന്റെ നന്മ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ശൈലജ ടീച്ചറുമാണ്. ഇനി അതുപോലുള്ളൊരു പിണറായിയോ അതുപോലുള്ളൊരു ശൈലജ ടീച്ചറോ വളരാൻ പാടില്ല. ആ നിലയിലേക്കാണ് ഇന്നിപ്പം നമ്മുടെ മേയറും MLA കൂടിയിട്ട് വളർന്നത്. ചെയ്യാൻ വേണ്ടി താങ്കൾ ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും അതിനെ കുറിച്ചുള്ള ചർച്ച വെക്കണമായിരുന്നു. താങ്കൾ നന്മയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇനി പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരൻ ആദ്യമായി പോയത് എവിടെയാണ്? AK ആന്റണിയെ കാണാനാണ് പോയത് അല്ലേ? ഹലോ, അതെ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. AK ആന്റണിയെ കാണാനാ പോയത്. കാരണം പറഞ്ഞാൽ AK ആന്റണി എന്ന് പറയുന്നത് ശരിയായ ഒരു രഹസ്യ RSS നേതാവാണ്. കാരണം അദ്ദേഹത്തിന്റെ സുധാകരൻ കാണാൻ പോയത് ഇവർ രണ്ടുപേരുടെയും തീരുമാനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി വിമർശനം ഉന്നയിക്കാം. പക്ഷെ നമ്മൾ കുറെ കൂടി മാന്യമായ രീതിയിലേക്ക് വേണം വിമർശനം ഉന്നയിക്കാൻ. ശ്രീ അബ്ദുൾ റഹ്മാൻ പോലെ ഒരു മുതിർന്ന നേതാവിനൊക്കെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം ഒരു RSS കാരനാണ് എന്നുള്ള മട്ടിലൊക്കെ ആരോപണം ഉന്നയിക്കുന്നത് അത് കുറെ കൂടി നമ്മൾ ശരിയല്ല. അത്തരം വിഷയങ്ങളൊക്കെ പലപ്പോഴും പറയുന്നു. സ്വന്തം മകനെ പോലും മാറ്റി നിർത്താൻ അങ്ങനെ സ്വന്തം മകൻ പോയതിന്റെ പേരിൽ അയാൾ വേറെ വ്യക്തിയല്ലേ? എങ്ങനെയാണ് വാഴ്ത്തുന്നത്? ഹലോ, ഒരാളെയും വാഴ്ത്തിയതല്ല, പക്ഷെ ഒരാളെ വല്ലാതെ നമ്മൾ ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു മുതിർന്ന നേതാക്കളെ വല്ലാതെ വീഴ്ത്തരുത്. മകനെ പോലും നിർത്താൻ പറ്റാതെ. കാരണം മകൻ പോയത് മകന്റെ ഇഷ്ടത്തിനാണോ സാറിന്റെ വിചാരം? അദ്ദേഹത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെഡ്കോ എന്തോ ഒരു അന്വേഷണം ഉണ്ടായിരുന്നോ ഇതിന്റെ ഡിഫൻസിന്റെ?
ആ അന്വേഷണത്തിൻ്റെത് ഇപ്പൊ CBI-യും മറ്റേ AD-യും കയറാതിരിക്കാൻ വേണ്ടിട്ട് സ്വന്തം മകനെ RSSന് കൈമാറിയിട്ട് പോയ താങ്കളുടെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളോട് കേരളത്തിൽ പോയിട്ടുള്ളത്. അങ്ങനെ AK ആന്റണിയെ പോലെ നേതാവ് എന്തെങ്കിലും അന്വേഷണം ഒഴിവാക്കാൻ വേണ്ടി മകനെ വിട്ടു എന്നുള്ള ആരോപണം എന്തായാലും കേരളത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളാരും എന്തായാലും അത്തരത്തിൽ ഉന്നയിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന് ഒരാളുടെ മകൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നതിനെ പൂർണ്ണമായും അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ അല്ലാതെ തന്നെ AK ആന്റണിക്കെതിരെ ഉണ്ട്. അതൊക്കെ ഉന്നയിക്കുന്നതിന് ആർക്കും തടസ്സവുമില്ല. അങ്ങനെ വിമർശനങ്ങൾ എല്ലാ നേതാക്കൾക്കെതിരെയും ഉള്ളതാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രഭാകരനാണ് വർക്കലയിൽ നിന്നും. ശ്രീ പ്രഭാകരൻ, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ പറയല്ലേ, ഈ സുധാകർ സാറിന്റെ നിലപാട് എന്താണ് സാറേ? എന്ത് നിലപാടാണ് സുധാകർ സാറ് എടുക്കുന്നത്? നമ്മളെ ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിനെ മിനിഞ്ഞാന്ന് സാറ് വാർത്താ സമ്മേളനം കേട്ടായിരുന്നോ സുധാകർ സാറ് പറഞ്ഞത്? മുഖ്യമന്ത്രിയെ പറ്റി, മുഖ്യമന്ത്രി മോളെ പറ്റി. ഹലോ, പറഞ്ഞോളൂ. അപ്പോഴ് അങ്ങനെ ഒരു തീരുമാനമില്ലാത്ത ഒരാളാണ് ഈ സുധാകരൻ എന്ന് പറഞ്ഞത്. സുധാകരൻ ഇപ്പൊ പാർട്ടി വന്നപ്പോ M ഹസനും VD സതീശനും ഇതിൽ പങ്കെടുക്കാത്തതിന്റെ കാര്യം തന്നെ ഇതേപോലെ ഒരു നിലപാടില്ലാത്ത ഒരാളായതുകൊണ്ടാണ് അവർ പങ്കെടുക്കാത്തത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. എന്തായാലും ഈ വിഷയത്തിൽ പ്രഷർ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സുധാകരൻ എന്ന നേതാവ് കോൺഗ്രസിന് അനിവാര്യമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാതെ അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞവരുമുണ്ട്. സമൂഹത്തിന്റെ ഒരു പ്രതിഷേധം തന്നെയാണ് പലപ്പോഴും പൊതുവേദിയിൽ അഭിപ്രായ പ്രകടനങ്ങളായി വരുന്നത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.